നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കയറി നോക്കുക. അപ്പോൾ ഇന്നത്തെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. എന്താണ് ആ പ്രധാന കാര്യം? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കണ്ണീരിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇവിടെ പല സത്യങ്ങളും പുറത്തേക്ക് വരാൻ പോകുന്നത്. ഇവിടെ തീർത്തും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈ ഒരു ബന്ധം യാതൊരു കാരണവശാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള മനോഭാവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അതിനെല്ലാം പരിപൂർണമായിട്ടും തച്ചുടച്ച് കളയുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പല രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വേർപാടിൽ അല്ലെങ്കിൽ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വ്രണപ്പെട്ടിരിക്കുന്നത്, മനസ്സിനെ മുറിവ് ഏറ്റിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം നിങ്ങളുടെ പല രീതിയിലുള്ള ശാപങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് വിഷമിക്കുമ്പോൾ അതൊരു ശാപമായി തീരുന്നു. അത് പല രീതിയിലും എവിടേക്കോ എങ്ങനെയൊക്കെയോ ഈ വ്യക്തിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തി സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്നു. മറ്റു പല മേഖലകളിലും വിജയം കൈവരിച്ച് നിൽക്കുന്നതായാണ് കാണപ്പെടുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള പല മാറ്റങ്ങളാണ്. അത് മാറ്റങ്ങളായിരിക്കാം, തകർച്ചകളായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷയായിരിക്കാം, തിരിച്ചടിയായിരിക്കാം. എവിടേക്കോ എന്തൊക്കെയോ പല വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഈ വ്യക്തിക്ക് ശക്തമായ ചില തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്തരം തിരിച്ചടികളിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കി വരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സന്ദേശം എന്ന് പറയുന്നത്, തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ളത് തന്നെയാണ്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഇവിടെ ശക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു, വളരെയധികം തിരിച്ചടികൾ ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ തിരിച്ചടികൾ ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ചടിയിലൂടെ ഈ വ്യക്തിയുടെ അഹങ്കാരം നല്ല രീതിയിൽ കുറയുകയും പല തിരിച്ചറിവുകൾ അതിലൂടെ ലഭിക്കുകയും നിങ്ങളെക്കുറിച്ച് ഓർക്കാനും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള അവസരം പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് ലഭിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ്, അല്ലെങ്കിൽ സന്ദേശം തന്നെയാണ്. അതൊരു പക്ഷേ ഒരു ഫോൺ മെസ്സേജ് ആയിരിക്കാം, നേരിട്ടുള്ള സംസാരമായിരിക്കാം, അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളോ ആയിരിക്കാം. എന്ത് തന്നെയായാലും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള പൂർണ്ണ മനസ്സോടെയുള്ള ഒരു പോസിറ്റീവായ തീരുമാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അത് തീർത്തും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ സ്നേഹവും പരിഗണനയും തന്നെയാണ്. പക്ഷേ അതെവിടേക്കോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൃത്യമായി നമുക്കിവിടെ കാണാം. ഇവിടെ സ്ത്രീകളുടെ ഊർജം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. സാമ്പത്തികപരമായ നേട്ടം, സ്വന്തമായി കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നു, സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ പറ്റിയിരിക്കുന്നു. എല്ലാത്തിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. സമ്പൂർണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം മാത്രമാണ് എന്നെന്നും തടസ്സമായി തന്നെ നിലനിന്ന് കൊള്ളുന്നത്. അപ്പോൾ ഈ തടസ്സം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്ന് നിങ്ങളുടെ ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്നും പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്താനും പല പ്രയോഗങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നു. അതൊരു പക്ഷേ
നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. മനഃപൂർവ്വം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ നിങ്ങൾ പുറകെ നടക്കാതിരിക്കുന്നതായിരിക്കാം. അപ്പോൾ റണ്ണർ ആൻഡ് ചേസിങ് എനർജി നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുള്ളതായി കാണപ്പെടുന്നു. അപ്പോൾ നിങ്ങളിൽ തന്നെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു പ്രണയബന്ധത്തിന് എന്നെങ്കിലും ഒരിക്കൽ പോസിറ്റീവായ മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തികളിൽ എവിടേക്കോ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് തറച്ചു കയറിയിട്ടുണ്ട്. അത് തീർത്തും അതിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള വാശിയോട് കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തോ ഒരു ഇൻഫോർമേഷൻ ലഭിക്കാനുണ്ട്. അത് അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായി ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാനോ, നിങ്ങളെ നേരിട്ട് കാണാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഖക്ഷേമങ്ങൾ അന്വേഷിക്കാനോ, ദൂരെ നിന്നെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ ദൂരെ നിന്നെങ്കിലും നിങ്ങളെ ഒന്ന് കാണാനോ വീക്ഷിക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. അതുതന്നെയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ തീർത്തും വളരെയധികം അഹങ്കാരപൂർണമായ ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മുന്നിൽ നിന്നും കരഞ്ഞ് കേണപേക്ഷിച്ചിട്ടുണ്ടാകാം സ്നേഹത്തിന് വേണ്ടി. പക്ഷെ നിങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഒന്നും ഈ വ്യക്തിക്ക് കാണാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം കീഴടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തന്നെ സ്വയം മാറി നിന്നു, വേണ്ട എന്ന് വെച്ച് മാറി നിന്നു. നിങ്ങളുടേതായ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പല മേഖലകളിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ വ്യക്തിയാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഉന്നത തലങ്ങളിൽ നിൽക്കണം എന്നുള്ള വാശിയും വീറും ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സാമ്പത്തിക ഭദ്രത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലും ചിന്തകളിലും ഇപ്പോഴും പൂവണിയാത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ പ്രണയം തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നിറവേറുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത്. ഇവിടെ വളരെയധികം വികാരപരമായിട്ട്, ഇമോഷണൽ പരമായിട്ട് വളരെയധികം കൈവിട്ടു പോകുന്നു. ചില സമയങ്ങളിൽ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. കാരണം ഓർത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ കരയും. കരഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പല രാത്രികളും നിങ്ങൾ ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരയാനോ അതിനൊന്നും താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതും വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ആത്മാർത്ഥമായ ആകർഷണം തന്നെയാണ്. അതുമാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും മറ്റുള്ളവരിൽ നിന്നും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളാണെങ്കിലും വിചാരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്നും വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം രണ്ടുപേരും ഒന്നിക്കാനും വീണ്ടും അടുക്കുവാനും ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വളരെയധികം ആകർഷണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പല കാര്യങ്ങളിൽ ഒരേപോലെ അഭിരുചികൾ ഉള്ള ആൾക്കാരാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ രണ്ടുപേരും കണ്ടതിൽ വെച്ച് വളരെയധികം വ്യത്യസ്തത ഉള്ളവർ തന്നെയാണ്. ഇത് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും വീണ്ടും വീണ്ടും കൂട്ടിയടിപ്പിക്കുന്നത്. അത് എന്തെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു ജീവിതത്തിലേക്കോ പോകാൻ സാധിക്കുകയില്ല. അതൊരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അത് തീർത്തും ഇതൊരു പുതിയൊരു തുടക്കമോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതോ ആയിരിക്കും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.